പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ വിരാട് പുരുഷോൽപത്തി എന്ന 5-ാം ദശകത്തിലെ പ്രഥമ ശ്ലോകം. വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയാകുന്നു ഈ 10 ശ്ലോകങ്ങളിലെ ഈ ദശകത്തിലെ പ്രധാന പ്രതിപാദ്യം. ശാർദൂല വിക്രീഡിത വൃത്തത്തിലാണ് ഇതിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ പ്രകൃതൗ ത്വയാഗതായാം ലയം നോ മൃത്യുശ്ച തദാമൃതം ച സമഭൂത് നാന്ഹോ ന രാത്രേ സ്ഥിതിഃ തത്രൈകത്വമശിഷ്യഥാ കില പരാനന്ദപ്രകാശാത്മനാ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. വ്യക്താവ്യക്തം ഇദം ന കിഞ്ചിത് അഭവത് പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ആഗതായാം ലയം ന മൃത്യുഃ ച തദാ അമൃതം ച സമഭൂത് ന അന്നഃ ന രാത്രേഃ സ്ഥിതിഃ തത്ര ഏകഃ ത്വം അശിഷ്യഥാഃ കില പരാനന്ദപ്രകാശാത്മന. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പ്രാകൃതപക്ഷയെ മായായാം ഗുണസാമ്യരുദ്ധ വികൃതൗ ത്വയി ലയം ആഗതായാം സത്യാം വ്യക്താവ്യക്തം ഇദം കിഞ്ചിത് ന അഭവത് തദാ മൃത്യുഃ ച അമൃതം ച നോ സമഭൂത് അന്നഃ സ്ഥിതിഃ ന രാത്രേഃ സ്ഥിതിഃ ന തത്ര ത്വം പരാനന്ദപ്രകാശാത്മന ഏകഃ അശിഷ്യഥാഃ കില. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വേദാന്ത തത്വപ്രതിപാദകങ്ങളായ ശ്ലോകങ്ങളാണ് ഈ 5-ാം ദശകത്തിൽ മുഴുവനും. അതിനാൽ ഇതിൻ്റെ അന്തരാർത്ഥത്തിൽ സഞ്ചരിച്ച് അത്യന്തം നിഗൂഢമായ ഒരർത്ഥത്തിലേക്കാണ് ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ നമ്മെ നയിക്കുന്നതെന്ന് അറിയുക. മഹാരഥന്മാർ വ്യാഖ്യാനം നൽകിയ ശ്ലോകങ്ങളാണ്. പണ്ട് മഹാപ്രളയത്തിൽ മായ ഗുണസാമ്യങ്ങളാൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് അങ്ങയിൽ ലീനാവസ്ഥയെ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് മൃത്യുവോ മോക്ഷമോ ഉണ്ടായിരുന്നില്ല. പകലിൻ്റെയും രാത്രിയുടെയും ദിനരാത്രങ്ങളുടെ സ്ഥിതി ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാകട്ടെ അങ്ങ് പരമാനന്ദ സ്വരൂപനായും പ്രകാശസ്വരൂപനായും ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഏകനായി ഒറ്റയ്ക്ക് അവശേഷിച്ചു പോൽ. നമസ്തേ.